ഇപ്പോൾ മുൻ മന്ത്രിയും CPI നേതാവുമായ AK ബാലൻ മാധ്യമങ്ങളെ കാണും. അദ്ദേഹം കൂടി രൂപപ്പെടുത്തി വളർത്തിയെടുത്തതാണല്ലോ ഞങ്ങളോടൊപ്പം തന്നെ SFI. ആ SFIയുടെ ഒരു പ്രത്യേക വളർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ അനുജന് 1977 ഡിസംബർ 7-ാം തീയതി പന്തളം NSS കോളേജിൽ വെച്ച് KSUക്കാർ കൊലപ്പെടുത്തുന്നത്. അതാണ് ഈ G. ഭുവനേശ്വരൻ. ഈ ഫോട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ളവരെ വീട്ടിലിപ്പോൾ സൂക്ഷിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതാണ് ഞാനിത് എൻ്റെ വീട്ടിൽ സഖാവ് അഷ്റഫിൻ്റെ രക്തസാക്ഷി അഷ്റഫിൻ്റെ കൂടെ തന്നെ വെച്ചതാണ്. ബ്രണ്ണൻ കോളേജിലെ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്ന സഖാവ് അഷ്റഫിൻ്റെ രക്തസാക്ഷിത്വം ഓർക്കുന്നത് പോലെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു പേരാണ് ഈ G. ഭുവനേശ്വരൻ. 34ഓളം വരുന്ന SFIയുടെ സഖാക്കളാണ് കലാലയ അന്തരീക്ഷത്തിൽ KSUക്കാരാൽ RSSകാരാൽ ഗുണ്ടകളാൽ കൊല ചെയ്യപ്പെട്ടത്. ആ G. ഭുവനേശ്വരൻ്റെ ഒരു രംഗം ഇന്നും ഞാൻ ഓർക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് G. സുധാകരൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെ തലവെട്ടി കീറി നിലത്ത് വീണ തലച്ചോറുകൾ കണ്ട് G. സുധാകരൻ അന്ന് പറഞ്ഞത് ഏതാണ്ട് തെങ്ങിൻ്റെ പൂങ്കുല അടിച്ചു തെറിപ്പിക്കുന്നത് പോലെയാണ് KSU ഗുണ്ടകൾ എൻ്റെ അനുജൻ്റെ തലച്ചോറ് തച്ചു പൊട്ടിച്ചതെന്നാണ്. ആ സുധാകരന് എങ്ങനെ ഈ കോൺഗ്രസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു? പുന്നപ്പുറ വയലാറിൻ്റെ മണ്ണിൽ എങ്ങനെ G. സുധാകരന് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി വോട്ട് പിടിക്കാൻ LDFനെതിരായി മത്സരിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? ഇത് നമ്മളെല്ലാം അത്ഭുതപ്പെടുന്നതാണ്. സാധാരണ നിലയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ ഈ ആർക്കും സംഭവിക്കാം, സുധാകരന് സംഭവിക്കാം. ശരി, G. സുധാകരനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ AK ബാലൻ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും G. സുധാകരൻ്റെ അനിയൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ AK ബാലൻ വ്യക്തമാക്കുന്നത്. G. സുധാകരൻ്റെ നേരത്തെ പരാമർശം പ്രേക്ഷകർ ഓർക്കുന്നല്ലോ. മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ് യാത്രയിൽ അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ CPM തന്നെ പ്രതിക്കൂട്ടിലാകും, അതുകൊണ്ട് താൻ പറയുന്നില്ല എന്നാണ് G. സുധാകരൻ പ്രതികരിച്ചത്.